എല്ലാവർക്കും നമസ്കാരം. നമ്മളും നിങ്ങളും ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പ്രിയരെ, ഞാനിന്ന് നിൽക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ മലയങ്കീഴ് ബോയ്സ് ഹൈസ്കൂളാണ്. ഇപ്പോൾ അത് ഗേൾസ് സ്കൂളും കൂടി ആക്കിയിട്ടുണ്ട്. ഇവിടെ ഇപ്പം രാവിലെ തന്നെ നടക്കാൻ ഇറങ്ങിയതാണ്. ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ദിവസം ഒരു അരമണിക്കൂറെങ്കിലും നടക്കണമെന്ന്. അങ്ങനെ ഇപ്പോൾ എല്ലാ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഒരു കായിക പരിശീലന ക്യാമ്പ് സൗജന്യമായിട്ട്, തികച്ചും സൗജന്യമായിട്ടൊരു കായിക പരിശീലന ക്യാമ്പ് നടക്കുന്നുണ്ട്. അത് നമ്മുടെ ഈ മലയങ്കീഴിലെ ഫോറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെഡറേഷൻ ഓഫ് റെസിഡൻസ് അസോസിയേഷൻ്റെ, അതായത് മലയങ്കീഴിലെ ഒരു 24-25 റെസിഡൻസ് അസോസിയേഷനുകൾ കൂടിയിട്ടുള്ള ഒരു സംഘടനയാണ് ഈ ഫോറം. ഇത് സംഘടിപ്പിക്കുന്നത് ഈ ഫോറം മാത്രമല്ല കേട്ടോ. ഫോറം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഫെഡറേഷൻ ഓഫ് റെസിഡൻസ് അസോസിയേഷനും നമ്മുടെ ഈ മലയങ്കീഴ് ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ സ്പോർട്സ് ഡിവിഷനും സംയുക്താഭിമുഖ്യത്തിലാണ് ഈ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നത്. അവർ കഴിഞ്ഞ 18 വർഷത്തോളമായി 18-20 വർഷത്തോളമായി എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ കായിക പരിശീലന ക്യാമ്പ് ഇവിടെ നടത്തുന്നുണ്ട്. ഈ വെക്കേഷൻ സമയത്ത് സ്കൂളിൽ പൂട്ടിയ വേനലവധി കാലത്ത് ഏപ്രിൽ മാസം തുടങ്ങി മെയ് ലാസ്റ്റ് 31 വരെ അങ്ങനെ വരെ പോകും. ഏകദേശം 100-100ഓളം കുട്ടികളെ എല്ലാ വർഷവും ഈ കായിക പരിശീലന ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട്. വളരെ നമ്മുടെ കുട്ടികൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു ഭാഗ്യമാണത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും ഇതുപോലൊരു പ്രോഗ്രാം ആദ്യമായിട്ടാണ് കേരളത്തിൽ തന്നെ, ഇതുപോലത്തെ ഒരു പ്രോഗ്രാം ആദ്യമായിട്ടാണ്. ഇത് ലോകം അറിയണം, ഇതൊരു മാതൃകയാക്കണം എന്നാണ് എൻ്റെ ഒരാഗ്രഹം. കാരണം എന്താ പറഞ്ഞാൽ, നമ്മുടെ കുട്ടികൾ നമ്മുടെ മറ്റുള്ള ചിന്തകളിൽ നിന്നും മാറി അവരുടെ സ്വന്തം ശരീരത്തിനോടും സ്വന്തം മനസ്സിനെയും സ്നേഹിക്കത്തക്ക വിധത്തിൽ അവരെ മാറ്റി മറിക്കാനുള്ള ഒരു ഏറ്റവും വലിയൊരു ഉപാധി കൂടിയാണ് ഈ കായിക പരിശീലന ക്യാമ്പ്. വളരെ ചെറിയ കുട്ടികൾ മുതൽ +2 വിദ്യാർത്ഥികൾ വരെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അതൊക്കെ വലിയ ആൾക്കാർ, സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിലുള്ള ആൾക്കാർ വന്ന് ഇതിൻ്റെ ഓരോ ദിവസത്തെ ശേഷം, ഈ അവരുടെ വ്യായാമത്തിന് ശേഷം അവർക്ക് നല്ല വാക്കുകൾ, അവരുടെ ജീവിതത്തിന് വേണ്ടുന്ന മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന നല്ല വാക്കുകൾ പറയുകയും അവരെ ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്ന അത് ഒരു സെക്ഷൻ കൂടിയുണ്ട്. അതിനുശേഷം അവർക്ക് പാല്, മുട്ട, പഴം എല്ലാ ദിവസവും. അത് ആൾക്കാർ പല സംഘടനകളും പല വ്യക്തികളും അവർക്ക് സ്പോൺസർ ചെയ്യുന്നുണ്ട്. വളരെ വിജയപ്രദമായി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. MLA അടക്കം അങ്ങനെയുള്ള മഹത് വ്യക്തിത്വങ്ങളാണ് പല ദിവസങ്ങളിലായിട്ട് കടന്നു പോകുന്നത്. അവസാനത്തെ ദിവസം ഒരു ഗംഭീര പ്രോഗ്രാമോടുകൂടിയാണ് ഈ മെയ് 31 പരിപാടി അവസാനിപ്പിക്കുക. തീർച്ചയായിട്ടും ഇത് കേരളത്തിലുടനീളം, എൻ്റെ അഭിപ്രായത്തിൽ കേരളത്തിലുടനീളം ഇത് ഒരു മാതൃകയാക്കി എല്ലാ സാംസ്കാരിക സംഘടനകളും ഇതൊരു മാതൃകയാക്കി മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് എൻ്റെ വിനയപൂർവ്വമായ അപേക്ഷ. എന്തായാലും ഈ പ്രോഗ്രാമിലെ ചില ദിവസങ്ങളിൽ ഞാൻ മിക്കവാറും വരും. ഞാൻ അതിൻ്റെ വിഷ്വൽസ് നിങ്ങളുമായിട്ട് പങ്കിടാം. നിങ്ങളെല്ലാവരും ഈ പ്രോഗ്രാം കാണണം, അതിനെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും ഒരു നല്ല സുപ്രഭാതം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. അപ്പോൾ ഇന്ന് അഖില ആൻറ്റിയാണ് നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ക്ഷണിക്കുന്നു. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ഈ ക്യാമ്പിലോട്ട് വന്നതുകൊണ്ട് ഇവിടെ ഇത്രയും പേരെ പരിചയപ്പെടാനും നിങ്ങളുമായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനും ഞങ്ങൾക്ക് സാധിച്ചു. ഞങ്ങളുടെ മക്കൾക്ക് നല്ലൊരു ആരോഗ്യവും ആയുസ്സും ദൈവം നൽകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി. നല്ല വാക്കുകൾ പറഞ്ഞു തന്ന അഖില ആൻറ്റിക്ക് നന്ദി. നമ്മുടെ ലൈബ്രറി കൗൺസിലിൻ്റെ, ജില്ലാ ലൈബ്രറി കൗൺസിലിൻ്റെ പ്രസിഡന്റ് എന്നുള്ള സ്ഥാനത്തിലാണ് ഇപ്പം നിങ്ങളെ കാണാനായിട്ട് വന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേരറിയാമോ?
ഈ കാണുമ്പോൾ ഇതൊക്കെ വെറുതെ നടപ്പിച്ച് വെച്ചേക്കുന്ന അത്ര പ്രായമൊന്നായിട്ടുള്ള ആളല്ല. വാസുദേവൻ അപ്പൂരെ നിങ്ങൾ വാസുദേവൻ നായരാണ്. അദ്ദേഹമാണ് ഇന്ന് നിങ്ങളുടെ 2 വാക്ക് സംസാരിക്കുന്നത്. പ്രിയപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും മലയങ്കിഴ് ഗ്രാമപഞ്ചായത്തിൻ്റെയും മലയങ്കിഴ് പഞ്ചായത്തിൽ വിവിധ പ്രദേശങ്ങളിലായി പ്രവർത്തിക്കുന്ന നമ്മുടെ റെസിഡൻസ് അസോസിയേഷനുകളുടെ കൂട്ടായ്മയായ ഫെഡറേഷൻ്റെയും കൂട്ടായ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കുട്ടികൾക്കായി ഒരു കായികക്ഷമതാ ക്യാമ്പ് സംഘടിപ്പിച്ചു വരുന്നത്. വെക്കേഷൻ കാലത്ത് കുട്ടികൾ അവരുടെ ആരോഗ്യ പരിരക്ഷയുടെ ഭാഗമായിട്ട് അവരുടെ ബുദ്ധിവികാസത്തിൻ്റെ ഭാഗമായി ഒക്കെ തന്നെ പുതിയ പരിശീലന മുറകൾ അവർ ശീലിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. എന്തുകൊണ്ട് ഇപ്പോൾ നമ്മുടെ ഈ പറയുന്ന രീതിയിൽ നമ്മുടെ ഈ രീതിയിലേക്കുള്ള പരിശീലനങ്ങൾ സംഘടിപ്പിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശാരീരികമായ അതുപോലെ തന്നെ വികാസത്തിന് വേണ്ടി ബുദ്ധിവികാസത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് നമുക്ക് സമയം ലഭിക്കുന്നില്ല. അല്ലെങ്കിൽ തന്നെ ലഭിക്കുന്ന സമയം നമ്മൾ ആ സമയം കൂടി നമ്മൾ പഠനത്തിന് വേണ്ടി മാറ്റിവെക്കപ്പെടും. കഴിഞ്ഞ കാലങ്ങളിലുള്ളതുപോലെ സ്കൂൾ മുറ്റങ്ങളോ അല്ലെങ്കിൽ തന്നെ അതുപോലുള്ള വീട്ടുമുറ്റ കൂട്ടായ്മകളോ ഒന്നും തന്നെ ഇന്ന് വ്യാപകമായ രീതിയിൽ ഉണ്ടാകാത്ത ഒരു സാഹചര്യമുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായി തന്നെ നമ്മുടെ ശാരീരികമായിട്ടുള്ള ഒട്ടേറെ അസുഖങ്ങൾ നമുക്ക് മുതിർന്നു വരുന്ന അവസരങ്ങൾ വളർന്നു വരുന്ന അവസരങ്ങളൊക്കെ നമുക്ക് വന്ന് ഭവിക്കുന്നുണ്ട്. നമ്മുടെ പകുതി അസുഖങ്ങളും നമുക്ക് കുറയ്ക്കാൻ കഴിയുക നമ്മുടെ ശാരീരികമായ അധ്വാനത്തിൻ്റെ ഭാഗമായിട്ടാണ്. നമുക്ക് മതിയായ സമയങ്ങൾ വിശ്രമിക്കാൻ വേണം. അതുപോലെ തന്നെ കായിക പരിശീലനത്തിന് വേണം, പഠനത്തിന് വേണ്ടി മാറ്റി വയ്ക്കണം. അത് നിശ്ചിത സമയങ്ങൾ. ഞാനിപ്പോൾ പ്രതിനിധീകരിക്കുന്നത് നമ്മളിപ്പോൾ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ എനിക്ക് അതും കൂടെ പറയാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇവിടുന്ന് പോകാൻ കഴിയില്ല. ഈ വെക്കേഷൻ സമയത്താണ് കുട്ടികൾ ഏറെക്കുറെ ഗ്രന്ഥശാലകളിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വിവിധ തലങ്ങളിലുള്ള ബുദ്ധിവികാസത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ഈ വെക്കേഷൻ കാലത്ത് ശീലിച്ചു. പ്രത്യേകിച്ച് നിങ്ങളൊക്കെ തന്നെ കുഞ്ഞു കുട്ടികളാണ്. ഈ പ്രായത്തിൽ ശീലിക്കുന്ന പരിശീലനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വലിയ ഒരു ദിശാബോധം നൽകുന്നതിന് അതൊക്കെ തന്നെ നമുക്ക് സാധ്യമാക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ വളർന്നു വരുന്ന തലമുറ എങ്ങനെയാകണം? നല്ല ആരോഗ്യമുള്ള തലമുറയായി വളർന്നു വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബുദ്ധി വികസിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ബുദ്ധി വികസിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പുസ്തകം വായിച്ചാൽ മാത്രം പോരാ. പുസ്തകം വായിക്കുന്നതിന് സമാന്തരമായി തന്നെ നിശ്ചിത സമയം മാറ്റിവെക്കപ്പെട്ടുകൊണ്ട് നമ്മുടെ ശാരീരികമായ അഭിവൃദ്ധി വരുത്തുന്നതിലേക്ക് വേണ്ടി നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളിലെല്ലാം തന്നെ നമ്മൾ പുഷ്ടിപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പരിശീലനമൊക്കെ ശീലിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അതിവിടെ നമ്മൾ ഈ വരുന്ന വെക്കേഷൻ സമയത്തൂടെ പരിശീലിപ്പിച്ച് പോയാൽ പോരാ. അത് നിശ്ചിത സമയം ഇവിടെ കഴിഞ്ഞാലും നമ്മളത് ജീവിതത്തിൽ സ്വായത്തമാക്കുന്നതിനും അത് പ്രായോഗികമായി പരിശീലിപ്പിക്കുന്നതിനും നമ്മളത് സ്ഥിരം ശീലിക്കുന്നതിനൊക്കെ ഉള്ള സാഹചര്യം നമുക്കുണ്ടാകണം. പഠനത്തോടൊപ്പം അതുപോലെ തന്നെ വായനയോടൊപ്പം മറ്റ് വിനോദയാത്രയോടൊപ്പം തന്നെ നമ്മൾ ശീലിച്ചു പോരേണ്ട ഒരു ദിനചര്യയാണ് നമ്മുടെ ഈ കായികക്ഷമത വർദ്ധിപ്പിക്കുക എന്നുള്ളത്.